ബാഹ്യപത്രമായി നമുക്ക് കാണുന്നത് എന്താ? ഇന്ത്യയുടെ പാർലമെന്റ് ഇന്നിപ്പോ പാർലമെന്റിൽ പ്രതിപക്ഷം ഇല്ലാതാക്കി. അതിനുശേഷം പാർലമെന്റ് കൂടി. എന്തിനു വേണ്ടിയാണ് 146 പേരെ പുറത്താക്കിയത്? ചില നിയമനിർമ്മാണങ്ങൾ പാസ്സാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പാർലമെന്റ് സവിശേഷത എന്താ? മോഡി ഉണ്ടാക്കിയതല്ല ഇന്ത്യയുടെ പാർലമെന്റ് തെറ്റിദ്ധരിക്കേണ്ട. BJP ഉണ്ടാക്കിയതല്ല ഇന്ത്യയുടെ പാർലമെന്റ് തെറ്റിദ്ധരിക്കേണ്ട. RSSകാരന്റെ ബുദ്ധിയിൽ നിന്ന് ഉയർന്നു വന്നതല്ല ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളം. ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യയുടെ പാർലമെന്റിന് രൂപം നൽകിയത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ദേശാഭിമാനികളാണ്. ചർച്ചകളിലൂടെയാണ് ഇന്ത്യയുടെ പാർലമെന്റ് രൂപം നൽകിയത്. ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ഡിബേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി നടത്തിയ ഡിബേറ്റാണ്. ആ ഡിബേറ്റിലൂടെ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ പാർലമെന്റ്, എന്തായിരിക്കണം ഇന്ത്യയുടെ പാർലമെന്റ്, എങ്ങനെ വേണം അവിടെ ചർച്ചകൾ, ആരായിരിക്കണം അവിടെ ചർച്ച ചെയ്യേണ്ടത്, ഏത് രൂപത്തിൽ ചർച്ച ചെയ്യണം, വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട്. ലോകത്തെ ഏത് രാജ്യത്തെ പാർലമെന്റും മാതൃകയായി എടുക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ മാതൃകയാണ്. അത് മനസ്സിലാക്കാൻ ഇന്ന് വരെ മോഡിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മോഡി അജ്ഞനാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ കുറിച്ചെന്ന് ഞാൻ പറയുന്നു. എന്താ ഇന്ത്യയുടെ പാർലമെന്റ്? ഭരണഘടനാ സമിതി ചർച്ച ചെയ്തപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിനെ കുറിച്ച് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, ഇവിടെ ചർച്ച വേണം, ഇവിടെ പ്രതിപക്ഷം വേണം, പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റ് ശൂന്യമാണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് അഭിപ്രായങ്ങൾ കേൾക്കാനാണ്, ചോദ്യങ്ങൾ ചോദിക്കാനാണ്, ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചും ചോദിക്കാൻ, നിങ്ങൾക്ക് ആരെയും വിമർശിക്കാൻ, നിങ്ങൾക്ക് ആരെക്കെതിരെ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ ആരോപണം ഉന്നയിക്കാനുള്ള വേദിയാണ് ഇന്ത്യയുടെ പാർലമെന്റ്. ആ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരുന്നുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രോത്സാഹിപ്പിച്ചത് ഞാൻ ചരിത്രം വായിച്ചുകൊണ്ട് തന്നെ പറയുന്നു, അനുകൂലിച്ചവരെയല്ല, എതിർപ്പ് പറഞ്ഞവരെ. ബഹുമാനായ AK ഗോപാൽ നായർ ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. അംഗബലം കൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായതല്ല AK ഗോപാലൻ. ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെന്റിൽ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായിരുന്ന 13 സീറ്റാണ്. 13 സീറ്റ് മാത്രം. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതെന്താ? മൊത്തം അംഗസംഖ്യയുടെ 10% വിജയിച്ചാൽ മാത്രമേ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവാകൂ. ഇന്ന് കോൺഗ്രസിന് ഔദ്യോഗികമായി പ്രതിപക്ഷ സ്ഥാനം ഈ ലോക്സഭയിൽ നഷ്ടപ്പെട്ടത് ആ ഭരണഘടനയുടെ ഭാഗം പിടിച്ച് മോഡി നടത്തിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് 545 നേരം നമുക്കുള്ളത് 52. മോഡിയുടെ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾക്ക് ഔദ്യോഗികമായി ഭരണഘടന പറയുന്നത് പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കാൻ യോഗ്യനല്ല. ഞങ്ങൾ പറഞ്ഞു, ആ യോഗ്യത ഞങ്ങൾക്ക് വേണ്ട, ഇല്ലെങ്കിലും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പോരാടാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെന്റിൽ 13 പേരുള്ളൂ AK ഗോപാൽ നേതൃത്വത്തിൽ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സാങ്കേതികത്വത്തിലേക്ക് പോയില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരണഘടന വിശകലനം ചെയ്യാൻ പോയില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇന്ത്യയുടെ പാർലമെന്റാണ്. ഞങ്ങൾക്ക് 4-3 ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കേൾക്കാനല്ല എനിക്ക് വേണ്ടത്, പ്രതിപക്ഷത്തിന്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, AK ഗോപാലിനോട് പറഞ്ഞു, നിങ്ങളെ എല്ലാ ആദരവോടും കൂടി, എല്ലാ ബഹുമാനത്തോടും കൂടി, എല്ലാ ഔദ്യോഗിക സ്വഭാവത്തോടും കൂടി ഞാൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവായി ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അങ്ങനെ AK ഗോപാലൻ പ്രതിപക്ഷ നേതാവായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലും എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഓടിയെത്തിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ട് വിദേശയാത്രയ്ക്ക് പോയി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിദേശയാത്രയ്ക്ക് പോയപ്പോഴാണ് AK ഗോപാലിന് അസുഖം വന്ന് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. വിദേശയാത്രയ്ക്ക് പോയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നോടൊപ്പം വന്ന ഇന്ത്യയിലെ വിദേശകാര്യ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, നമുക്ക് കട്ട് ഷോട്ട് ചെയ്യണം, നമ്മുടെ പരിപാടി, നമ്മുടെ വിദേശ സന്ദർശന പരിപാടി നമുക്ക് വെട്ടിച്ചുരുക്കണം. കേട്ടവർ ഞെട്ടി. അദ്ദേഹം സന്ദർശനം നടത്തിയ രാജ്യത്തെ ഭരണകൂടം അദ്ദേഹം ഞെട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് അത് തിരിച്ചു പോകുന്നത്? സാധാരണ ഒരു പ്രധാനമന്ത്രി ഒരു വിദേശയാത്ര നടത്തുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് യാത്രാ വെട്ടിച്ചുറിച്ച് തിരിച്ചു പോകുന്നത് രാജ്യത്തെന്തെങ്കിലും ആഭ്യന്തര കലാപമുണ്ടാകണം, അല്ലെങ്കിൽ രാജ്യത്തെന്തെങ്കിലും യുദ്ധം ചെയ്യണം. നെഹ്റുവിനോട് ചോദിച്ചു, നിങ്ങളുടെ രാജ്യത്ത് എന്തെങ്കിലും ആഭ്യന്തര യുദ്ധം ഉണ്ടായിട്ടുണ്ടോ?
നിങ്ങളുടെ രാജ്യത്തെ ഏതെങ്കിലും ശത്രു രാജ്യങ്ങൾ നിങ്ങൾ ആക്രമിച്ചോ? നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിറ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ രാജ്യത്ത് ആഭ്യന്തര യുദ്ധമില്ല, എന്നെ ശത്രു രാജ്യങ്ങൾ ആക്രമിച്ചിട്ടില്ല. പക്ഷേ എന്റെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ A.K. ഗോപാലൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, ഞാൻ സഭയുടെ നേതാവാണ്. സഭയുടെ നേതാവ് എന്ന നിലയിൽ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി, എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞ് A.K. ഗോപാലന്റെ ചാരത്ത് ചെന്ന് കുശലാന്വേഷണം നടത്തിയ പണ്ഡിറ്റ് ജവഹർലാൽ ഉന്നയിക്കുന്ന കസേരയുടെ ഓരത്ത് പിടിക്കാനുള്ള യോഗ്യത ഈ തീവ്രവാദിയായ മോഡിക്കുണ്ടോ? ഞാൻ വേദനയോടുകൂടി ചോദിക്കുന്നു. ആ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഞാനും സുധാമനും ശ്രീ രമ്യയുമൊക്കെ ഇന്ത്യയുടെ പാർലമെന്റ് നടപടിക്രമങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയുടെ പാർലമെന്റിന്റെ ലൈബ്രറിയിൽ പോയി ചർച്ചകൾ പഠിക്കുന്നതിന് വേണ്ടി അവിടെ പുസ്തകങ്ങൾ പരിശോധിക്കും. ബഹുമാനായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ത്യയുടെ ഭരണകൂടത്തിൽ ഇരുന്നപ്പോൾ ഞാൻ അടിമനയിട്ട് പറയുന്നു, അവർ ചോദിച്ചതെന്താ? ചോദ്യം ചോദിക്കാത്ത പ്രതിപക്ഷ അംഗങ്ങളോട് ചോദ്യം ചോദിക്കാൻ പ്രേരണ നൽകുമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ചോദ്യങ്ങളിലൂടെ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയൂ. വിമർശനങ്ങളിലൂടെ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയും. തെറ്റിദ്ധരിക്കണ്ട. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകത? എന്താണ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രത്യേകത? ചൈനയിലുള്ള ജനാധിപത്യമല്ല, അമേരിക്കയിലുള്ള ജനാധിപത്യമല്ല, ലോകത്ത് മറ്റേതു രാജ്യങ്ങളിലുള്ള ജനാധിപത്യമല്ല ഇന്ത്യയുടെ ജനാധിപത്യം. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സവിശേഷത ഭൂരിപക്ഷ അഭിപ്രായം തീരുമാനമെടുക്കുക എന്നത് മാത്രമല്ല. തെറ്റിദ്ധരിക്കല്ല. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ തീരുമാനമെടുക്കുന്നതല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകത. ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ മഹത്വമാക്കുന്നത് എന്താ? ദ റൈറ്റ് ടു ഡിസെന്റ്. അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ മഹത്വമാക്കുന്നത്. ആ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലൂടെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ, വിമർശനം നടത്താൻ, അതുപോലെ ആക്ഷേപം ഉന്നയിക്കാൻ, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അതിലൂടെയാണ് ഉണ്ടാവുന്നത്. അതാണ് നെഹ്റു പറഞ്ഞത്, 100 പേരുണ്ടെങ്കിൽ 99 പേരുടെ അഭിപ്രായത്തിലല്ല, വ്യത്യസ്തമായ അഭിപ്രായം എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അഭിപ്രായം കേൾക്കാൻ ഞാൻ കാതോർത്ത് നിൽക്കുമെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ അതിന്റെ മാറ്റൊലികൾ കൊണ്ട് ധന്യമായ സമ്പുഷ്ടമായ ഇന്ത്യയുടെ പാർലമെന്റിലാണ് ഈ ബഹുമാനായ മോദി ഇരുന്നുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് ആരെയും വേണ്ട, ചോദ്യം വേണ്ട. ഇന്ത്യയുടെ പാർലമെന്റിൽ മോദി വന്ന സമയം എത്രയാണെന്നറിയാമോ? സംസാരിക്കാറ് ഇന്ത്യയുടെ പാർലമെന്റിൽ മോദി പങ്കെടുത്തതിനേക്കാൾ വിദേശ രാജ്യങ്ങളുടെ പാർലമെന്റിൽ മോദി പങ്കെടുത്തു. നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ പാർലമെന്ററി സംവിധാനത്തെയും നിയമം കൊണ്ട് മാത്രമല്ല ശക്തിപ്പെടുത്തുന്നത്, കീഴ്വഴക്കം കൊണ്ടുകൂടിയാണ്. എന്താ നമ്മുടെ കീഴ്വഴക്കം? നെഹ്റു പറഞ്ഞു, പാർലമെന്റ് നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഉണ്ടാകണം. ഒരു മന്ത്രിമാർ പോലും ഡൽഹി വിട്ടുപോകാൻ പാടില്ല. പാർലമെന്റ് നടക്കുമ്പോൾ ആരും വിദേശയാത്രയ്ക്ക് പോകാൻ പാടില്ല. മന്ത്രിമാർ മാത്രമല്ല, MP-മാർ പോലും വിദേശ യാത്രയ്ക്ക് പോകാൻ പാടില്ല. പാർലമെന്റ് നടക്കുമ്പോൾ എല്ലാ ദിവസവും പാർലമെന്റിൽ സന്നിഹിതനായിരിക്കണം മന്ത്രിമാരും പ്രധാനമന്ത്രിയും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ, ഇന്ദിരാജിയുടെ കാലമെടുത്ത് പരിശോധിച്ചാൽ, കോൺഗ്രസ് നേതാക്കന്മാരുടെ കാലമെടുത്ത് പരിശോധിച്ചാൽ, പാർലമെന്റ് നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവർ പാർലമെന്റ് അകത്തളത്തിലുണ്ടാകും. ഇപ്പോൾ സ്ഥിതി എന്താ? ഇന്ത്യയുടെ പാർലമെന്റിൽ ഏറ്റവും കുറച്ചു വന്നിരിക്കുന്ന പാർലമെന്റ് മെമ്പറെ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാം, അത് ശ്രീ മോഡിയാണ്. മോഡിയുടെ കാർ വ്യൂഹം ഞങ്ങൾ പലപ്പോഴും പാർലമെന്റ് മന്ദിരത്തിന്റെ പരിസര പ്രദേശത്ത് കാണും. പക്ഷെ അദ്ദേഹം ഇന്നുവരെ കാണുന്നില്ല. ആകെ വരുന്നത് ആദ്യത്തെ ദിവസം വരും. പിന്നെ പ്രസിഡന്റ് പ്രസംഗിക്കുമ്പോൾ അതിന്റെ മറുപടി പറയാൻ അന്ന് വരും. പിന്നെ അവസാന ദിവസം വരും. പിന്നെ ഏതെങ്കിലും ഭരണഘടനാ ഭേദഗതി ഉണ്ടെങ്കിൽ അത് വിപ്ലവത്തിൽ പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്, ഭരണഘടനാ ഭേദഗതി ഉള്ളപ്പോൾ വോട്ട് ചെയ്യാൻ വരും. അങ്ങനെ വളരെ അപൂർവം. ഇന്നലെ അതും വന്നു. ഭരണഘടനാ ഭേദഗതി നടത്തേണ്ടി വരുമ്പോഴൊഴികെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഏറ്റവും കുറച്ചു കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മോദി. എവിടെയാണ് മോദി? അദ്ദേഹം അപ്പുറത്തിരിക്കുന്നുണ്ട്, അമിത്ഷാ അപ്പുറത്തിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാർലമെന്റ് ഇവർക്ക് ഇത്രമാത്രം കടന്നു വരാൻ കഴിയാത്തൊരു വേദിയാണോ ഇപ്പോൾ നടക്കുന്നത്? എന്താ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ഈ പറയുന്ന പുകയുദ്ധത്തെക്കാൾ വലിയ യുദ്ധം
ഇന്ത്യയുടെ ജനാധിപത്യത്തിനെതിരെ മോഡി അടിച്ചുവിട്ടിരിക്കുന്നു. അതാണ് 146 എംപിമാരെ പുറത്താക്കി. ചർച്ച വേണ്ട എന്നിട്ട് ബില്ലുകൾ പാസാക്കുന്നു. എണ്ണി ചുട്ടുന്ന അപ്പത്തെ പോലെ ബില്ലുകൾ പാസാക്കുന്നു. പണ്ടും ബില്ലുകൾ പാസാക്കുമ്പോൾ ഇവർക്കൊരു മടിയുണ്ടായിരുന്നില്ല. തരുന്നത് തലേ ദിവസം പറയും ഇന്ന ബില്ല്, ഞങ്ങളൊക്കെ ആ ബില്ലിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകും. പിറ്റേ ദിവസം വന്നിട്ട് പറയും ആ ബില്ലിന്റെ മന്ത്രി തയ്യാറല്ല, അതുകൊണ്ട് വേറെ ബില്ല് അവതരിപ്പിക്കുന്നു. ഇന്ന് വരെ ഒരു പോലും രാജ്യമൊക്കെ ഇവിടെ ഉണ്ട്. കോർപ്പറേഷനിൽ പോലും ഒരു അജണ്ട വെച്ചാൽ ആ അജണ്ട അടിസ്ഥാനത്തിൽ ചർച്ച, പഞ്ചായത്തിൽ പോലും ഒരു അജണ്ട വെച്ചാൽ അജണ്ടയുടെ അടിസ്ഥാന ചർച്ച. ഇന്ത്യയുടെ പാർലമെന്റിൽ തലേ ദിവസം കിട്ടുന്ന അജണ്ടയല്ല. പിറ്റേ ദിവസം ഇന്ന് പരിപാടി പണ്ട് പറഞ്ഞതുപോലെ മാനേജറുടെ യുക്തിക്കനുസരിച്ച് പരിപാടികൾ മാറ്റുന്നതെന്ന് പറയുന്നത് പോലെ അജണ്ടയല്ല ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പറയും ആ ചർച്ചയ്ക്ക് ഞങ്ങളില്ല, ഞങ്ങൾ വേറെ ബില്ലെടുക്കുന്നു. പോട്ടെ, എന്നാൽ പോലും ആ ബില്ല് അതിനെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. ഇപ്പോൾ നടന്നത് പ്രിയപ്പെട്ടവരെ ഏത് ബില്ലുകളാണ് പാസാക്കിയത്? എന്തിനാ 146 വരെ സസ്പെൻഡ് ചെയ്തത്? എന്തിനാ 146 പുറത്തു നിർത്താൻ തീരുമാനിച്ചത്? എന്തെങ്കിലും ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യത്തിനോട് അല്പമെങ്കിലും നീതി പുലർത്താനുള്ള വ്യക്തമായ ഒരു ചിന്ത ബഹുമാനായ ശ്രീ മോഡിയുടെ മനസ്സിലുണ്ടെങ്കിൽ, ഈ ഭരണകൂടത്തിനുണ്ടെങ്കിൽ, ഈ വർഗീയവാദികൾക്കുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ? ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളല്ല, വ്യക്തികളല്ല, പ്രതിപക്ഷത്തിന് പറയാനുള്ളത് കേൾക്കാനുള്ള കാത് വേണ്ടേ, മനസ്സ് വേണ്ടേ? എന്നിട്ട് ഏതൊക്കെയാ പാസാക്കിയിരിക്കുന്നത്? രണ്ട് സുപ്രധാന ബില്ലുകൾ, ഞാൻ എല്ലാ ബില്ലിനെ കുറിച്ച് പറയുന്നില്ല. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് IPC, ഇന്ത്യയുടെ ശിക്ഷാ നിയമങ്ങളാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ഇന്ത്യയുടെ ശിക്ഷാ നിയമങ്ങളാണ് IPC. ഈ രണ്ട് ബില്ലുകൾ അവതരിപ്പിച്ചു ശ്രീ അമിത്ഷായാണ് നിർത്തുന്നത്. ബില്ലുകൾ വളരെ കൂടുതലുണ്ട്. അന്നേ ദിവസം ചർച്ച വേണം. ഞങ്ങൾ പറഞ്ഞത് പഠിക്കണ്ടേ, വായിക്കണ്ടേ? പിറ്റേ ദിവസത്തേക്ക് മാറ്റി നിൽക്കണം. മനസ്സിലാക്കാം. പിറ്റേ ദിവസം കൊണ്ടുവന്നു. ഞാന് പ്രതാപൻ, ശ്രീമതി രമ്യ, ഞങ്ങൾക്ക് കിട്ടിയ പരിമിതമായ സമയത്തിനുള്ളിൽ ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെയും IPCയുടെയും ഭേദഗതിപ്പെട്ട നിയമനിർമ്മാണത്തിന് ഞങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്ന, ഞങ്ങൾക്ക് ന്യായമെന്ന് തോന്നുന്ന നിരവധി ഭേദഗതികൾ ഞങ്ങൾ എഴുതിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ചർച്ച വന്നു. ഞങ്ങളെല്ലാവരും പുറത്ത്. പാർലമെന്റിൽ എഴുതിക്കൊടുത്ത ഭേദഗതിയുടെ അവതാരം ഇവ ചർച്ചയ്ക്ക് നിൽക്കില്ല. ഞാൻ കൊടുത്ത ഭേദഗതി എന്റെ പേര് വിളിക്കുമ്പോൾ ഞാനില്ലെങ്കിൽ പിന്നെ ഭേദഗതിയില്ല. ഞാൻ കൊടുത്ത ഭേദഗതി ഇല്ലെങ്കിൽ ഇല്ല, ആര് കൊടുത്താലുമില്ല. ഞങ്ങൾ കൊടുത്ത എല്ലാ ഭേദഗതികളും ഞങ്ങളെ പുറത്തു നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഈ രാജ്യത്തിന്റെ കൊലപാതക കേസ് ഉൾപ്പെടെ, ഏറ്റവും ഭീകരമായ കേസുകൾ ഉൾപ്പെടെ അടങ്ങിയിരിക്കുന്ന IPCയും CRPCയും ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ ശിക്ഷാ നിയമവും ഭേദഗതി ചെയ്യുന്ന നിയമം ഇന്നലെ ചൂടപ്പം പോലെ അവതരിപ്പിച്ചുകൊണ്ട് അമിത്ഷാ അത് പാസാക്കിയെടുക്കുന്നു. പാർലമെന്റിന്റെ ഭീകരാക്രമണമുണ്ടായപ്പോൾ മതിലിനപ്പുറത്ത് പോയിരുന്ന് ഞാൻ പാർലമെന്റിലേക്ക് വരാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ ശ്രീമാൻ അമിത്ഷാ ഇന്നലെ പ്രതിപക്ഷമില്ലാത്തപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട നിയമം പാസാക്കുന്നതിന് വേണ്ടി പാർലമെന്റിനകത്ത് വന്നു. അദ്ദേഹം ദീർഘമായി സംസാരിച്ചു, കോൺഗ്രസിനെ വിമർശിച്ചു, നമ്മുടെ നടപടിയെ വിമർശിച്ചു. മറ്റൊരു ബില്ല്, ഏതാ ബില്ലെന്നറിയാമോ? ഗൌരവമായ ബില്ലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാൻ പണ്ട് നിയമമുണ്ടായിരുന്നു. അതിൽ 3 വ്യക്തികൾ. ആരൊക്കെ? ഒന്ന് പ്രധാനമന്ത്രി, ഒന്ന് പ്രതിപക്ഷ നേതാവ്, മറ്റൊന്ന് സുപ്രീം കോടതി ജഡ്ജി. ഈ അടുത്ത കാലഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് പല പരാമർശനമുണ്ടാകുന്നു ആർക്കെതിരെ? കേന്ദ്ര ഗവൺമെന്റിനെതിരെ. അപ്പൊ നീതിപീഠം, സുപ്രീം കോടതിയുടെ ജഡ്ജി ആ കമ്മിറ്റിയിൽ വന്നാൽ, ആ പാനലിൽ വന്നാൽ തനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ വെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ വർഗീയ പാർട്ടികളുടെ തന്ത്രം എന്ന് തീരുമാനിച്ചു. സുപ്രീം കോടതി ജഡ്ജിയെ മാറ്റാം. എന്നിട്ട് പ്രധാനമന്ത്രി പറയുന്നൊരു കേന്ദ്രമന്ത്രി ആ ഭേദഗതിയെ കൊണ്ടുവന്നു. ആരെ തീരുമാനിക്കുന്നതിന് വേണ്ടി? ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായത്? ഞാൻ ചരിത്രം വളരെ ദീർഘമായി സംസാരിക്കുന്നു. എങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായി? ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവമായിരിക്കണം.
അതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ്. അതാണ് ഭരണഘടന വിഭാവനം ചെയ്തത്. 940 നമ്മുടെ ആദ്യത്തെ 951 തെരഞ്ഞെടുപ്പ് ആദ്യമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കുക മാത്രമല്ല പണ്ഡിറ്റ് ചെയ്തത്, ജനങ്ങളെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിപ്പിച്ചു. വോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു. എങ്ങനെയായിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രിയുടെയോ ഇന്ത്യൻ പ്രസിഡന്റിന്റെയോ സുപ്രീം കോടതിയുടെയോ പോലും സ്വാധീനത്തിന് വഴങ്ങാത്ത നിഷ്പക്ഷമായി നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ കാര്യശേഷിയുള്ള പ്രാപ്തിയുള്ള ഒരു ഭരണഘടനാ സംവിധാനമായിരിക്കണം. ആരുടെയും നോമിനികളല്ല, അർഹത കൊണ്ട് കടന്നു വരേണ്ടവരായിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ അംഗമെന്ന് ഭരണഘടനയിൽ വിഭാവനം ചെയ്ത് എഴുതി വച്ചിരിക്കുമ്പോൾ ഇന്നലെ ബഹുമാനായ അമിത്ഷാ ഒരു ഭേദഗതി കൊണ്ടുവന്ന് പാസാക്കി. എന്ത്? സുപ്രീം കോടതി ജഡ്ജിക്ക് പകരം ആരാ വരുന്നത്? മോഡി, പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു വ്യക്തി. ഇവിടെ നഷ്ടപ്പെടുന്നത് എന്താ? നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസം നഷ്ടപ്പെടുന്നു. എന്തിനു വേണ്ടി ഉണ്ടാക്കി? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 3 മാസത്തിനുള്ളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരും. 3 സംസ്ഥാനങ്ങളിലെ അടുത്ത കാലഘട്ടത്തിൽ ബിജെപി ജയിച്ചുവെങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രീയ മനസ്സ് ഈ ഭരണകൂടത്തിനെതിരാണ്. ഞാൻ മറ്റ് വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അതിന്റെ കാരണം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതേതരത്വ വിശ്വാസികളാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളാണ്. മോഡി കത്തിവെക്കുന്നത് മതേതരത്വത്തിന്റെ കഴുത്തിലാണ്. മോഡി തകർക്കുന്നത് ജനാധിപത്യ സംവിധാനത്തെയാണ്. ഈ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സംവിധാനത്തെ തകർത്തു കൊണ്ടുപോകുന്ന മോഡിക്ക് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനഹിതം എതിരായി പോകുമോ എന്ന് കാണുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്റെ പരിധിക്കുള്ളിൽ നിർത്തി തനിക്ക് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ടയുടെ ഭാഗമായി ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമം എല്ലാ പ്രതിപക്ഷ അംഗങ്ങളെയും പുറത്താക്കി ഇവർ പാസാക്കി. ഞങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് ജനാധിപത്യ സംരക്ഷണ സദസ്സെന്ന് ഈ സദസ്സിനെ വിളിക്കും? ഈ സദസ്സിനെ ജനാധിപത്യ സംരക്ഷണ സദസ്സെന്ന് വിളിക്കാൻ കാരണം ഇവിടെ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ 8 ദിവസം നീണ്ടുനിന്ന പാർലമെന്റിലെ ഞങ്ങളുടെ സസ്പെൻഷനല്ല. ഇവിടെ നഷ്ടപ്പെട്ടത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അന്തസ്സാണ്. അതിന്റെ ആത്മാവിനെയാണ് ഇവിടെ മോഡി ചോദ്യം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയുണ്ടായി നമ്മുടെ ജനാധിപത്യം? എങ്ങനെയുണ്ടായി നമ്മുടെ രാജ്യം? 947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യമുണ്ട്, നമ്മുടെ അയൽ സംസ്ഥാനമായ പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ ഒരു വഴി തെരഞ്ഞെടുത്തു. എന്താ പാകിസ്ഥാൻ തെരഞ്ഞെടുത്ത വഴി? പാകിസ്ഥാൻ തെരഞ്ഞെടുത്ത വഴി മതാധിപത്യത്തിന്റെ വഴിയാണ്. ഒരു മതാധിപത്യം. ആ മതാധിപത്യത്തിന് അനുയോജ്യമായ ഭരണഘടനയുണ്ടാക്കി പാകിസ്ഥാൻ. ആ മതാധിപത്യത്തിന് അനുയോജ്യമായ ഒരു ജുഡീഷ്യറി ഉണ്ടാക്കി പാകിസ്ഥാൻ. ആ മതാധിപത്യത്തിന് അനുകൂലമായ ഒരു സിവിൽ സർവീസ് ഉണ്ടാക്കി പാകിസ്ഥാൻ. അതിനൊത്താശ പാടുന്ന ഒരു പട്ടാള സംവിധാനത്തെ ഉണ്ടാക്കി പാകിസ്ഥാൻ. പാകിസ്ഥാൻ മതാധിപത്യത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യ ഏത് മാർഗം സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് ഇന്ത്യയിൽ ചർച്ചയുണ്ടായി. മഹാത്മാഗാന്ധി പറഞ്ഞു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, മൗലാന അബ്ദുൽ കലാം ആസാദ് പറഞ്ഞു, പട്ടേൽ പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ വിധിമാതി കാട്ടി ധൈര്യം കാണിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾ ആവേശത്തോടുകൂടി പറഞ്ഞു, നമുക്ക് വേണ്ടത് പാകിസ്ഥാന്റെ വഴിയല്ല, ഇതൊരു വൈവിധ്യത്തിന്റെ നാടാണ്. വൈവിധ്യമാണ് നമ്മുടെ ശക്തി. ഈ രാജ്യത്ത് കാണുന്ന ഇന്ത്യയുടെ വൈവിധ്യം ഇതിന്റെ ദൗർബല്യമല്ല. ആ വൈവിധ്യം ഇന്ത്യയുടെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തെ തിരിച്ചറിയാനുള്ള വിവേകമാണ് ഇന്ത്യ കാണിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ തീരുമാനിച്ചത് മതാധിഷ്ഠിത രാജ്യമെന്നല്ല, മതേതരത്വ രാജ്യമായി ഇന്ത്യ. നമ്മുടെ മാർഗം ഏത് വേണം? പാകിസ്ഥാൻ തെരഞ്ഞെടുത്ത മാർഗം വേണോ? ഒരേ സ്വരത്തിൽ പറഞ്ഞു വേണ്ട. ആര് പറഞ്ഞു? വേണമെന്ന് പറഞ്ഞവരുണ്ട്. ആരാ? അന്നത്തെ ആദർശക്കാരൻ, അന്നത്തെ വർഗീയവാദികൾ, അന്നത്തെ വിശാല ഹിന്ദു പരിഷത്തുകൾ. അവർ പറഞ്ഞു, പാർലമെന്റിനകത്ത് ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമായി അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം അവതരിപ്പിച്ചപ്പോൾ, ഭരണഘടന അവതരിപ്പിച്ചപ്പോൾ ഈ RSSകാരൻ, ഈ വർഗീയവാദികൾ എഴുന്നേറ്റ് നിന്ന് പോരാടി. അവർ പറഞ്ഞു, പാകിസ്ഥാനെ പോലെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മറുപടിയുണ്ട്, എന്റെ സിരകളിലൂടെ രക്തമോടുന്നിടത്തോളം കാലം ഈ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറില്ല. ഇതൊരു മതേതരത്വ രാജ്യമായിരിക്കണമെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് എടുത്ത തീരുമാനം ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാക്കണമെന്നതാണ്.
അതിനനുയോജ്യമായ ഭരണഘടനയാണ് നമ്മൾ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി ആ ജനാധിപത്യത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അതിനനുയോജ്യമായ ജുഡീഷ്യറിയാണ് നമ്മുടേത്. അതിനനുയോജ്യമായ സിവിൽ സർവീസാണ് നമ്മുടേത്. അതിനനുയോജ്യമായ സാമൂഹ്യ ജീവിത ക്രമമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. പ്രിയപ്പെട്ടവർ, അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഒരു ചെറിയ ഒരു ചെടി പോലെ ഇന്ത്യയുടെ ജനാധിപത്യം പൊട്ടിവിടർന്നപ്പോൾ അത് ശക്തമായ കാതൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അഭിമാനത്തോട് പറയുന്നു, ഒരു ചെടി പൊട്ടി വളർന്നപ്പോൾ ആ ചെടിയുടെ തണ്ടുകൾ ദുർബലമാണെങ്കിൽ ചർച്ചകളിലൂടെ, അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ, വാക്സമരങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ ചർച്ച ചെയ്താണ് ആ വളർന്നു വന്ന ഇന്ത്യൻ ജനാധിപത്യം എന്ന കൊടി ആ ചെടിയുടെ കാതൽ ഉറപ്പിച്ചത്. ഇന്ന് ഏറ്റവും ശക്തമായ കാതലുള്ള ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യയുടെ ജനാധിപത്യം. ആ ജനാധിപത്യത്തെയാണ് മോഡി ചവിട്ടി മെതിക്കുന്നത്. ആ മതേതൃത്വത്തെയാണ് മോഡി കശാപ്പ് ചെയ്യുന്നത്. ആ ഇന്ത്യയുടെ മതേതൃത്വം കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടി റാഗി പതക്കുന്ന കടുകന്റെ കണ്ണുകളുമായി ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ RSS സഖ്യത്തിന്റെ പേരിൽ, ഈ വർഗീയ ശക്തികളുടെ പേരിൽ, ഈ ഫാസിസ്റ്റുകളുടെ പേരിൽ, ഈ ഏകാധിപത്യവാദികളുടെ പേരിൽ ഒരു പുകമറയുണ്ടാക്കുന്നു. അതിലൂടെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അവർ തകർക്കുന്നത് ഞങ്ങളുടെ സസ്പെൻഷനിലൂടെ ഞങ്ങളുടെ അവകാശങ്ങളെയല്ല. ഇവർ തകർക്കുന്നത് ഈ രാജ്യത്തിന്റെ മതേതൃത്വ മൂല്യങ്ങളെയാണ്. ഇവർ തകർക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അവസാനിപ്പിക്കുന്നു, നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സസ്പെൻഷൻ പറയാനാണ് തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ സസ്പെൻഷൻ ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട സംഭവമാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ നടത്തിയ പോരാട്ടം വ്യക്തിപരമായ പോരാട്ടമല്ല. ഞങ്ങൾ നടത്തിയ വിളിച്ച മുദ്രാവാക്യം, കണ്ടം പൊട്ടുമാർഗങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, കുടിപാടകന്മാർക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ഉയർത്തിയ പ്ലേക്കാർഡിലൂടെ ഞങ്ങൾ പ്രദർശിപ്പിച്ചത് ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദേശമാണെങ്കിൽ അതിന്റെ പേര് സസ്പെൻഷൻ കിട്ടട്ടെ. പക്ഷേ ഇവിടെ ഈ ശക്തികൾ വീണ്ടും കരുത്താർജിക്കാൻ ആഗ്രഹിക്കുന്നു. ജനാധിപത്യം കശാപ്പ് ചെയ്ത്, മതേതൃത്വം കശാപ്പ് ചെയ്ത്, പാർലമെന്റ് ജനാധിപത്യത്തിന് അന്ത്യം കുറിച്ച് ഫാസിസത്തിന്റെ ഏകാധിപത്യത്തിന്റെ മാർഗത്തിലൂടെ ഈ രാജ്യം മുന്നോട്ട് നയിക്കുമ്പോൾ അവരെ അനുകൂലിക്കുന്ന ശക്തികളും ഈ കടന്നുവരുന്നു. അവരും വീണ്ടും പറയുന്നു, ഞങ്ങൾ എടുക്കുമെന്ന്. എല്ലാ സ്നേഹരൂപാൻ കൂടി പറയുന്നു, അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ തൃശൂർ എന്ന് വീണ്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഈ വർഗീയവാദികൾക്ക് പൂരത്തിന്റെ നാട്ടിൽ, മതസൌഹാർദ്ദത്തിന്റെ നാട്ടിൽ, ജനാധിപത്യത്തിന്റെ നാട്ടിൽ, മഹേതൃത്വത്തിന്റെ നാട്ടിൽ ഒട്ടേറെ സ്വാതന്ത്ര്യ സമര സേനാനികളെ വാർത്തെടുത്ത ഈ തൃശൂരിന്റെ മണ്ണിൽ നിന്ന് ഞാൻ പറയുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യയുടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊടിപിടിച്ച് ഈ തൃശൂരിന്റെയും ഈ തേക്കിൻകാട് മൈതാനത്തിന്റെയും വിരിമാറിലൂടെ മർദ്ദനമേറ്റ് ചോര തുപ്പിയപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരത്തെ ഒരു വളവൃക്ഷമാക്കി മാറ്റി ഈ രാജ്യത്ത് സംരക്ഷിച്ച് പാരമ്പര്യമുള്ള ഈ തൃശൂരിന്റെ മണ്ണിലേക്ക് വർഗീയ കക്ഷികൾ കടന്നു വന്നാൽ സൂചി കുത്താൻ സ്ഥലം പോലും അവർക്ക് കൊടുക്കില്ല എന്ന തീരുമാനം പ്രിയപ്പെട്ടവർ നമ്മൾക്കെടുക്കണം. കോൺഗ്രസിനെ തോൽപ്പിച്ചാലും അതാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾക്കും കുഴപ്പമില്ല എന്നാലോചിക്കുന്ന ആരെങ്കിലും ഇന്ത്യ മുന്നണിയുടെ പേരിലാണ് അവിടെ സമരം നടത്തുന്നതെന്ന് അതിന്റെ ചുറ്റുപാടിൽ നിന്ന് മാറി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ കടക്കുന്നില്ല, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും പറയാനുണ്ട്. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം ഇത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ജനാധിപത്യ സംരക്ഷണ സദസ്സായതുകൊണ്ട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം പാലിക്കാൻ താൽപര്യമുള്ള കോൺഗ്രസ് പ്രവർത്തകരായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കടക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ജനാധിപത്യം സംരക്ഷിക്കണം. ജനാധിപത്യമില്ലാത്ത ഇന്ത്യ നഷ്ടപ്പെട്ടതാണ്. ഈ രാജ്യത്തിന്റെ വൈവിധ്യമാണ് നമുക്ക് വേണ്ടത്. ആ വൈവിധ്യത്തിന്റെ സമന്വയമാണ് ജനാധിപത്യമെന്നതും അതാണ് മാനവ സംസ്കാരത്തിന്റെ മഹാമകുടമെന്നും ആചരണത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ച മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ തണലിൽ ശാശ്വതമായി മുന്നോട്ട് പോകാനുള്ള അവസരം നമുക്കുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ തയ്യാറാകണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നലെയും ഈ സമരപ്പന്തലിൽ രാവിലെ മുതൽ നേരം വെളുക്കുവരെ ഇരുന്ന് മനസ്സ് മടുക്കാതെ ഈ ജനാധിപത്യ സദസ്സിലേക്ക് കടന്നുവന്ന് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെയും മതേതൃത്വ മൂല്യങ്ങളെയും മനസ്സിൽ
മാറോട് ചേർത്ത് പിടിച്ച് ഈ പരിപാടിയെ ധന്യമാക്കാൻ കടന്നു വന്ന തൃശൂരിലെ ബഹുമാനരായ സഹപ്രവർത്തകന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം